നമസ്കാരം. ചെങ്കടലിൽ അമേരിക്കയെ വിറപ്പിച്ച് ഇറാൻ ചാവേറുകൾ. ട്രംപിനെയും നെതന്യാഹുവിനെയും കൊല്ലാൻ ചാവേർ പട തയ്യാറെടുത്തു കഴിഞ്ഞു, പുറപ്പെട്ടു കഴിഞ്ഞു. ഇറാനിൽ ഭരണമാറ്റം വെറും വ്യാമോഹമാകുമോ എന്നുള്ളതാണ്. അടിച്ചിട്ടും ആഞ്ഞടിച്ചിട്ടും തളരാത്ത ഒരു കരുത്തുള്ളവരായി ഇറാൻ മാറുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഹോസ്പിറ്റലിൽ ICUവിൽ കിടന്നുകൊണ്ട് ഹോർമൂസ് പൂട്ടിക്കെട്ടുവാനുള്ള മുജ്തബയുടെ പ്രഹരമടക്കം വരുമ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ തകർന്നു പോകുന്നു, വിറച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ചെങ്കടലിൽ അമേരിക്കയെ വിറപ്പിച്ചുകൊണ്ട് ഇറാന്റെ ചാവേറുകൾ താണ്ഡവ നൃത്തമാടുകയാണ്. ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും കണക്കുകൂട്ടലുകൾ തെറ്റുകയാണ്. ഇവിടെ ലോകം മുഴുവൻ ഇപ്പോൾ വിറങ്ങലിച്ചു നിൽക്കുന്നത് എണ്ണ വിലയിലെ കുതിച്ചുകയറ്റമാണ്. യുദ്ധം അവസാനിച്ചില്ല എന്നുണ്ടെങ്കിൽ തകർന്നു പോകുന്നത് ലോകമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 2 ആഴ്ചയായി അമേരിക്കയും ഇസ്രായേലും തൊടുത്തുവിടുന്ന മിസൈൽ ഡോൺ ബോംബ് വർഷത്തിന് മുന്നിലും ഇറാൻ മുട്ടുമടക്കില്ല എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ അതാണ് പുറത്തു വരുന്നത്. യുദ്ധം ജയിച്ചു എന്ന ട്രംപിന്റെ അവകാശവാദങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഹോർമൂസ് കടലിടുക്കിൽ ചാവേർ ബോട്ടുകൾ നടത്തിയ ആക്രമണം ആഗോള എണ്ണ വിപണിയെ പിടിച്ചുലച്ചിരിക്കുകയാണ്. ഭരണം തകരുമെന്ന പാശ്ചാത്യ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമേനി നടത്തുന്ന നീക്കങ്ങൾ ലോകത്തെ മറ്റൊരു വലിയ സാമ്പത്തിക തകർച്ചയിലേക്കാണോ നയിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് പിന്നാലെ അധികാരമേറ്റ 56-കാരനായിട്ടുള്ള മുജ്തബ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾക്കിടയിലും അതീവ ശക്തമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളും ലോകത്തിന്റെ ഇന്ധന വിതരണ പാതയായിട്ടുള്ള ഹോർമൂസ് അടച്ചിടുമെന്ന പ്രഖ്യാപനവും മേഖലയിലെ യുദ്ധം അനിശ്ചിതമായിട്ട് നീളുമെന്നതിന്റെ സൂചനകൾ നൽകുകയാണ്. ഭരണകൂടം തകരുവാനുള്ള യാതൊരു സാധ്യതയില്ല എന്നും ഇറാനിയൻ ജനതയുടെ മേൽ അവർക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണമുണ്ട് എന്ന് തന്നെയാണ് മാധ്യമവൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ രഹസ്യ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പൂർത്തിയായത് എന്നുള്ളതാണ്. യുദ്ധം ജയിച്ചു എന്ന ട്രംപിന്റെ അവകാശവാദം സത്യത്തിൽ പൊളിഞ്ഞ് തരിപ്പണമാവുകയാണ്. യുദ്ധം കഴിഞ്ഞുവെന്നും ഞങ്ങളത് ജയിച്ചു കഴിഞ്ഞുവെന്നും ഉടൻ അവസാനിക്കുമെന്നും ഒക്കെ കഴിഞ്ഞ രാത്രിയിൽ ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ ചാവേർ ബോട്ടുകൾ 6 എണ്ണക്കപ്പലുകൾ ആക്രമിച്ച് കീഴടപ്പെടുത്തുന്നതും തീഗോളം ഉണ്ടാക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഇതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $100 മുകളിലെത്തുന്ന കാഴ്ചയ്ക്കും നമ്മൾ വശംവദരായി എന്നുള്ളതാണ്. ഫെബ്രുവരി 28-ന് US ഇസ്രായേൽ ആക്രമണത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടുവെങ്കിലും ഇറാന്റെ മതഭരണകൂടം തകരാതെ നിലനിൽക്കുന്നുവെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവായി ചുമതലയേറ്റ ശേഷം മുജ്തബ ഖമേനി കഴിഞ്ഞ ആഴ്ചയിൽ പുറപ്പെടുവിച്ച തന്റെ ആദ്യ പ്രസ്താവനയിൽ ഡൊണാൾഡ് ട്രംപിന് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെടുമെന്നും ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്നും വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് മുജ്തബ ഖമേനി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. യുദ്ധം ഇറാൻ സർക്കാരിന്റെ തകർച്ചയിലേക്ക് നയിക്കുമെന്നാണ് കരുതിയിരുന്നത് ഇസ്രായേൽ. പക്ഷേ അതിന് യാതൊരു തരത്തിലുള്ള ഉറപ്പുമില്ല എന്നുള്ള തരത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു ഇപ്പോൾ. കാരണം ലോകത്തെ സാഹചര്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഏത് നിമിഷവും കാര്യങ്ങൾ മാറിമറിയാമെന്നും തന്നെയാണ് ഇറാനിയൻ സേനയെക്കുറിച്ച് അല്ലെങ്കിൽ ഇറാന്റെ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേലിന്റെ വെളിപ്പെടുത്തൽ എന്ന് പറയപ്പെടുന്നത്. എന്നാൽ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടേഴ്സ് ഓഫീസും CIA ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യം വരുന്നുണ്ട്. അവിടെയും ഈ വൈറ്റ് ഹൗസ് വക്താവെന്ന കെല്ലി ഡേലിസ് പറയുന്നത് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് വ്യക്തമായിട്ട് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും അവയുടെ ഉത്പാദനശേഷിയും നശിപ്പിക്കുക എന്നത് തന്നെയാണ്. അവരുടെ നാവികസേനയെ തകർക്കുക എന്നത് തന്നെയാണ്. സായുധ സംഘങ്ങൾക്ക് സഹായം നൽകുവാനുള്ള അവരുടെ കഴിവ് അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ്. കൂടാതെ അവർ ഒരിക്കലും ആണവായുധം കൈക്കലാക്കില്ല എന്നുള്ള ഉറപ്പ് ലഭിക്കേണ്ടതാണ്. അതുവരെ യുദ്ധം ചെയ്യുമെന്നുള്ള US-ന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ ട്രംപിന്റെ പ്രഖ്യാപനം എന്ന് പറയപ്പെടുന്നത് ചെവി കേൾക്കാൻ തയ്യാറാകാതെ ഇറാൻ മാറിപ്പോകുന്നു, തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ സേന അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുകയോ മറികടക്കുകയോ ചെയ്യുന്നുണ്ടെന്ന് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ 90% കുറവുണ്ടായത് ഭരണകൂടം തകർന്നു എന്നതിന്റെ തെളിവാണ് എന്നുകൂടി അമേരിക്ക പറയുമ്പോൾ, ഇറാന്റെ മുതിർന്ന നേതൃത്വത്തെ തങ്ങൾ ഇല്ലാതാക്കിയതായിട്ട് അമേരിക്കയും ഇസ്രായേലും അവകാശപ്പെടുമ്പോൾ അവരുടെ തിരിച്ചടികളിൽ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും എന്നുള്ളതാണ്. ഇറാന്റെ തിരിച്ചടികൾ ആക്രമണത്തിന്റെ ആദ്യ ഘട്ടത്തിന് പിന്നാലെ ഇറാൻ ജനത ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് സ്വന്തം സർക്കാരിനെ പുറത്താക്കണമെന്ന് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ട്രംപ് ഭരണകൂടം ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി. ഇപ്പോൾ ഇറാന്റെ സൈനിക പശ്ചാത്തല സൗകര്യങ്ങൾ തകർക്കുന്നതിനും ആണവശേഷി ഇല്ലാതാക്കുന്നതിനുമാണ് തങ്ങൾ മുൻഗണന നൽകുന്നത് എന്ന് ട്രംപ് വാദിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നൊരു കാഴ്ചയുണ്ടായി. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ വിശദീകരിക്കുന്നത് എങ്ങനെയായിരുന്നു? ഇറാൻ അത് സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞാലും ഇല്ലെങ്കിലും അവർ യഥാർത്ഥത്തിൽ നിരുപാധികം കീഴടങ്ങേണ്ടി വരുന്ന അവസ്ഥയിലാണ് എന്നുള്ള തരത്തിലെത്തിയിരിക്കുന്നു എന്ന് വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി പറയുന്നു. പക്ഷേ
ഇറാന്റെ നേതൃത്വം ഇപ്പോഴും അചഞ്ചലമായിട്ട് തുടരുന്നുവെന്നതാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഷിയ പണ്ഡിതന്മാരുടെ സമിതിയായിട്ടുള്ള അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ഈ ആഴ്ച ആദ്യം മുജ്തബ ഖമേനിയെ പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഖമേനിയുടെ മകനെ നേതാവായി തിരഞ്ഞെടുത്തതിൽ ട്രംപ് നിരാശ പ്രകടിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തിന് സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ ട്രംപിന് നേരെ വളരെ കൃത്യമായിട്ടുള്ള മറുപടി നൽകുവാൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളതാണ്. തിരിച്ചവർ കത്തിച്ചു വിട്ടത് 6ഓളം വരുന്ന കപ്പലുകളെയാണ്, കപ്പൽ പടയാണ്. അതേസമയം ഇപ്പോൾ അയൽ രാജ്യങ്ങളായിട്ടുള്ള അറബ് രാഷ്ട്രങ്ങളുമായിട്ട് സൗഹൃദം പുലർത്തുവാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് മുജ്തബ ഖമേനി വ്യക്തമാക്കിയിരിക്കുകയാണ്. മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ മാത്രമേ തങ്ങളുടെ സൈന്യം ലക്ഷ്യമിടുകയുള്ളൂ എന്ന് കൂടി അദ്ദേഹം പറയുമ്പോൾ, അമേരിക്കയെ തകർക്കുക, ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഞങ്ങൾ ആ സൈനിക താവളങ്ങളെ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് എന്നും അത് തുടരുക തന്നെ ചെയ്യുമെന്നും മുജ്തബ ഖമേനി കൂടി പറഞ്ഞു വെക്കുമ്പോൾ അവരുടെ ലക്ഷ്യം വളരെ കൃത്യമാണ്. അവർക്ക് വധിക്കാനുള്ളത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഒപ്പം തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും മാത്രമാണ് അവരുടെ ലക്ഷ്യം. കാരണം യുദ്ധത്തിന്റെ ആദ്യ ദിനം പെൺകുട്ടികളുടെ സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ചും 56-കാരനായിട്ടുള്ള മുജ്തബ സൂചിപ്പിക്കുന്നുണ്ട്. കുട്ടികളടക്കം 175 പേർ കൊല്ലപ്പെട്ട ആ ആക്രമണത്തിന് ഉത്തരവാദികൾ അമേരിക്കയാണ് എന്നും അത് വളരെ കൃത്യമായി ചെയ്തു കൂട്ടിയത് അമേരിക്കയാണ് എന്നും അതിനോടൊപ്പം തന്നെ ചേർന്ന് നിന്ന ഇസ്രായേലിനെയും മാറ്റിവെക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലേക്ക് ഇറാൻ പറഞ്ഞു വെക്കുമ്പോൾ അതിനകത്ത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിക്കുക എന്നതിൽ കുറഞ്ഞതൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ രക്തത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ അതീവ ജാഗ്രതയുള്ളവരായിരിക്കും. ഇത് പ്രതികാരം ഉറപ്പ് നൽകിക്കൊണ്ട് ആയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനി പറഞ്ഞ വാക്കുകളാണ്. ഷിയ മുസ്ലിം ലോകത്ത് പോപ്പിന് തുല്യമായ പദവി ഉണ്ടായിരുന്ന തന്റെ പിതാവിനെ അദ്ദേഹം അനുസ്മരിക്കുക കൂടി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം ആ ഭൗതിക ശരീരം കാണാൻ തനിക്ക് ഭാഗ്യം ലഭിച്ചുവെന്നും താൻ അവിടെ നിന്നുകൊണ്ട് ആ കരുത്തിന്റെ ഒരു പർവ്വതത്തെയായിരുന്നു കാണാൻ കഴിഞ്ഞത് എന്നുകൂടി മുജ്തബ ഖമേനി പറഞ്ഞു വെക്കുന്നത് തന്റെ പിതാവ് എത്രത്തോളം മഹാനായിരുന്നു എന്നാണ് ആയത്തുള്ള അലി ഖമേനിയെ കുറിച്ച്. അതേസമയം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ടെഹ്റാനിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സിനാ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ തീവ്രപരിചരണ വിഭാഗത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കാവലാണ് മുജ്തബ ഖമേനി ഉള്ളത് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ആശുപത്രിയുടെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും സീൽ ചെയ്തിരിക്കുകയാണ് എന്നും തന്റെ 86-കാരനായിട്ട് പിതാവ് കൊല്ലപ്പെട്ട അതേ വ്യോമാക്രമണത്തിലാണോ ഇദ്ദേഹത്തിന് പരിക്കേറ്റത് എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ലെങ്കിൽ കൂടിയും ഒരു കാര്യം ഉറപ്പാണ്, 56-കാരനായിട്ടുള്ള മുജ്തബ ഖമേനിയും മരണത്തെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ്. ഇറാന്റെ ആരോഗ്യമന്ത്രിയും രാജ്യത്തെ പ്രമുഖ ട്രോമ സർജന്മാരിൽ ഒരാളുമായിട്ട് മുഹമ്മദ് റസ സഫർഖണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർജന്മാരാണ് പുതിയതായിട്ടുള്ള ഈ പരമോന്നത നേതാവിനെ ചികിത്സിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചികിത്സയും ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ ആരോഗ്യസ്ഥിതിയിലെ കുറവും മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്നതുമായിട്ടുള്ള ഇറാന്റെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖമേനിയെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പോലും ഇറാൻ എന്ന് പറയപ്പെടുന്ന ചെങ്കടലിൽ അമേരിക്കയെ വിറപ്പിച്ചുകൊണ്ട് ബോംബ് വർഷം നടത്തുകയാണ് എന്നുള്ളതാണ്. ട്രംപിനെയും നെതന്യാഹുവിനെയും കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ചാവേറുകൾ ഇറാന്റെ സേനാ വിഭാഗത്തിൽ നിന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സേനാ വിഭാഗങ്ങൾ അല്ലെങ്കിൽ ചാവേറുകൾ ട്രംപിനെയും നെതന്യാഹുവിനെയും എപ്പോഴാണെങ്കിലും വധിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. ആ ഒരു ഏക ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് ഇറാൻ സേനയ്ക്കുള്ളത് എന്ന് പറയേണ്ടി.